ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ സന്ദ്ര, ഋതികയെല്ലാം കൃത്യം നോക്കുന്നുണ്ടോ? ഇവൾക്ക് ദാനശീലം ഒരു അല്പം കൂടുതല. വാരിക്കൊരു കാശെടുത്തങ്ങ് ചെലവാക്കും. അത് സാറ് പറഞ്ഞത് ശരിയാ. ഇന്നലെ 2 കോടിയാ ആർക്കോ സംഭാവന ചെയ്തത്. ഞാൻ അവളെ മരുമകളാക്കി വീട്ടിൽ വിളിച്ച് വാഴിക്കാം. പഞ്ചാമൃതവും പാലമൃതവും കൂട്ടി പരിപോഷിപ്പിക്കാം. എന്റെ മകന്റെ കുഞ്ഞ് അവളുടെ വയറ്റി വളരണ്ട. അതിനായി ലോഹ്യം കൂട്. ശ്രീലക്ഷ്മി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഉണ്ടല്ലോ രാധമ്മേ, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട വേണ്ട, രാധമ്മയോട് നിക്ക്. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കിരിക്കണ്ടേ ചേച്ചി? ഒരു ബന്ധു മുറക്കി. നാരങ്ങ വെള്ളം കുടിച്ചാലേ ബന്ധമുള്ളോ? മുണ്ടയ്ക്കലമ്മേ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്നു. രുക്മിണി ആന്റി ശ്രീലക്ഷ്മിയെ കാണാൻ പോയോ? അതെ, ഞാൻ അവരെ രണ്ടുപേരെയും കൂടി വീട്ടിലേക്ക് വിളിക്കാൻ പോവാ. അയ്യോ, എല്ലാം മറന്ന് ഞാൻ അവളെ സ്വീകരിക്കും. ബാക്കിയുള്ള കാലം ഒരമ്മൂമ്മയായി തന്നെ ജീവിക്കാം. പിന്നെ എന്റെ മകൻ ഹരീഷ് ഒരു ദുരഭിമാനിയാ. ഞാൻ വിളിച്ചാ വരുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. സ്വന്തം മകനല്ലേ രുക്മിണി, അമ്മ വിളിച്ചവന് വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയില്. ശ്രീലക്ഷ്മി രുക്മിണി ആന്റിയുടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും വന്ന് കാണാലോ. അതാണ്. അതുമല്ല, 6ാം മാസത്തില് ഞങ്ങൾക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അതെ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാ. അവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം, ഒരു മരുമോള്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അതെ അതെ. അല്ല, സാന്ദ്രയല്ലേ ഇത്? സാന്ദ്രയോ? ആ, യാമിനിക്ക് മനസ്സിലായില്ലേ? ഋതുമോളുടെ IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സാന്ദ്ര. ആ, കേട്ടിട്ടുണ്ട്. ആ, ഇതാണല്ലേ ആള്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ സാന്ദ്ര വിശേഷങ്ങൾ? മാഡം ഇങ്ങോട്ട് വന്നോ സർ? ഋതിക മാഡം വന്നില്ലല്ലോ. ഋതിക ഹസ്ബൻഡിന്റെ വീട്ടിലല്ലേ? അല്ല, ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചു. ആണോ? എന്നാ സാന്ദ്ര വെയിറ്റ് ചെയ്യും, മോളിപ്പോ വരും. നമസ്കാരം സർ. ആ, നമസ്കാരം. ഏട്ടന് മനസ്സിലായില്ലേ? ഇത് സാന്ദ്ര, ഋതുമോളുടെ IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. ഓ, സാന്ദ്ര MD കാണാൻ വന്നതല്ലേ? അതെ സർ, കുറച്ച് ഫയൽസ് സൈൻ ചെയ്യിക്കാനുണ്ടായിരുന്നു. ഓ, സരസ്വതി മാം അകത്തുണ്ടോ സർ? ഉണ്ട്, മോളില. ഞാനൊന്ന് കണ്ടിട്ട് വരാം. പ്രതാപ, ആ, ഋതിക അക്കൗണ്ട്സ് ഒക്കെ കൃത്യമായി നോക്കുന്നുണ്ടോന്ന് സാന്ദ്രയോടൊന്ന് ചോദിക്കണം. അതൊക്കെ എന്തിനാ ചേച്ചി ചോദിക്കുന്നേ? അതൊക്കെ ചെറിയ കാര്യങ്ങളാണോ? അതൊക്കെ നോക്കാൻ ഒത്തിരി ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫുകളില്ലേ അവിടെ? അതല്ല പ്രതാപ, കണ്ടവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവം അതവക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. ഋതുമോൾ അത്ര ചെറിയ കുട്ടിയാണോ ചേച്ചി? മോളെ തിരക്കി സാന്ദ്ര വന്നിട്ടുണ്ട്. സൈൻ ചെയ്യാൻ കാണും. ചേച്ചിക്ക് ഒരു സംശയം, നീ അക്കൗണ്ട്സ് ഒക്കെ കൃത്യമായി നോക്കുന്നുണ്ടോ എന്നും? നോക്കുന്നുണ്ട് അച്ഛാ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന പോലെ ഇക്കാര്യങ്ങളും രാജുവായിട്ട് ഷെയർ ചെയ്യണം. രാജു,
അക്കൗണ്ട്സ് നീയും ചെക്ക് ചെയ്യണം. ശരി സാർ. ഞാൻ പറയുന്നതിന്റെ പൊരുൾ രണ്ടുപേർക്ക് മനസ്സിലായല്ലോ? ആ എന്താ സന്ദ്ര, പ്രതികയെല്ലാം കൃത്യം നോക്കുന്നുണ്ടോ? ഇവൾക്ക് ദാനശീലം ഒരു അല്പം കൂടുതല. വാരിക്കൊരു കാശെടുത്തങ്ങ് ചെലവാക്കും. അത് സാറ് പറഞ്ഞത് ശരിയാ. ഇന്നലെ 2 കോടിയാ ആർക്കോ സംഭാവന ചെയ്തത്. അത് സംഭാവന അല്ലച്ച, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. അദ്ദേഹത്തിന്റെ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ. സന്ദ്ര, സൈൻ ചെയ്യാനുള്ള തരൂ. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാതെ ചിലർക്കേതുമേ. കണ്ടാലേതുമേ സത്യമല്ലെന്നതും മുമ്പേ കണ്ടിട്ടറിയുന്നു ചിലർ. ഭക്തി ആയിക്കോ, പക്ഷെ അത് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന ഭക്തി ആകരുത്. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ വത്സല. ഇവന്റെ പേര് വത്സല എന്ന് മാറ്റിയോ? ഭക്തി മൂത്തപ്പോ ഈ അമ്മ ഇങ്ങനെയൊക്കെ വിളിക്കും. അമ്മ എന്താ ആ രുക്മിണി ആന്റി പോയത് മുതൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ? അത് മറ്റൊന്നുമല്ല മോളെ, ഒരമ്മൂമ്മയാവാൻ പോകുന്നു അറിഞ്ഞപ്പോ ആ രുക്മിണിക്കുണ്ടായ ഒരു മാറ്റം. അത് പിന്നെ മാറാതിരിക്കോ? അവരുടെ മകന്റെ കുഞ്ഞാൻ ജനിക്കാൻ പോണത്. എന്ത് ശത്രുതയുണ്ടായാലും ഒരു പേരക്കുട്ടി ജനിക്കുമ്പോ കഴിഞ്ഞതെല്ലാം മറക്കും. അല്ല, അതൊരു പൊതു തത്വമാരാതമ്മേ. ആ ദേ, ഇവൻ പ്രിയെ കല്യാണം കഴിച്ചോണ്ട് വന്ന് ഞാൻ സ്വന്തം മകളെ പോലെ ഇവളെ വരവേറ്റത്. വരവേൽക്കാൻ ഞാൻ എവിടെയും കൊണ്ടുവന്ന് താലപ്പൊലിയായിട്ടായിരുന്നു. നീ ആദ്യം ഞാൻ പറയുന്നത് കേക്ക്. പുത്തനച്ചി പെരപ്പറം തൂക്കുവന്ന മട്ടിലൊക്കെ എന്നോട് പെരുമാറിയപ്പം എനിക്ക് ദേഷ്യം വന്നു. അല്ല, പൊതുവെ ഞാനൊരു ദേഷ്യക്കാരിയാണല്ലോ. പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാലും എനിക്ക് ഇവളോട് വെറുപ്പായി. ഇവൾ എന്റെ മകന്റെ കുഞ്ഞിനെ പ്രസവിച്ച്, അതോടെ ഞാൻ നല്ലൊരു അമ്മുമ്മയായി. ഇവര് പറയുന്നൊക്കെ പച്ച നുണയാ. ഇവര് ഞങ്ങളുടെ കുഞ്ഞിനെ നേരെ ചൊവ്വേ കണ്ടിട്ട് പോലുമില്ല. പ്രിയ, നോണ പറയുന്നല്ലേ കുറച്ച് അതിരൊക്കെ ഉണ്ട്. വേണു ആശാനും രാധമ്മയും കൂടെ മോളെ പുന്നാരിച്ചു വളർത്തിയതിന്റെ കുഴപ്പം അവൾ എന്നോട് കാണിച്ചത്. കുരിസം കെട്ടവള്.